ഉത്തര മലബാറിൽ ആദ്യമായി നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിനായി കാസർഗോഡ് അച്ചാടത്തുരുത്തി പുഴയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം അച്ചാന്തുരുത്തി പുഴയോരത്ത് നിന്ന് അനൂപ് നീലേശൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോട്ടപ്പുറം അച്ചാന്തുരുത്തി പുഴയിൽ നടക്കുന്ന ഉത്തര മലബാറിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിനുള്ള ഒരുക്കങ്ങളെല്ലാം അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ആവേശോജ്വലമായ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനായി ടൂറിസം വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ നസീബ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ടൂറിസം വകുപ്പ്, വിനോദസഞ്ചാര വകുപ്പ് ആദ്യമായി സംഘടിപ്പിക്കുന്ന ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഉത്തര മലബാറിൽ മറ്റു പലയിടങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ വള്ളംകളിയെ ഏറെ ആഘോഷിക്കുന്ന ഈ ഒരു മണ്ണിൽ, ഈ നീലേശ്വരത്തിന്റെയും ചെറുവത്തൂരിന്റെയും ഇടയിലുള്ള ഈ തേസിനി പുഴയിൽ ഇതാദ്യമായിട്ടാണ് നടത്തുന്നത്. എങ്ങനെ ഏതൊക്കെ നിലയിലേക്ക് ഇതിന്റെ ഒരുക്കങ്ങൾ എത്തിക്കഴിഞ്ഞു? ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഒന്നാം വർഷത്തെ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഉദ്ഘാടനം, മാർച്ച് പാസ്റ്റ്, അതുപോലെ ഹീറ്റ്സുകളുടെ ഇടയിലുള്ള ഇടവേളകളിൽ കലാപരിപാടികൾ തുടങ്ങിയവ, ചെണ്ടമേളം, വനിതകളുടെ ചെണ്ടമേളം തുടങ്ങിയവ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര ടീമുകളാണ് മത്സരിക്കുന്നത്? നിലവിൽ 15 ടീമുകളാണ് മത്സരിക്കുന്നത്. ഇതിൽ വള്ളംകളിയിൽ നേരത്തെ മത്സരിച്ച ടീമുകളുണ്ടോ, ചാമ്പ്യന്മാരായ ടീമുകളുണ്ടോ, അല്ല പുതിയ ടീമുകൾ? എങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ? ഇതിലെല്ലാം നേരത്തെ തന്നെ മത്സരിച്ച് വളരെ പരിചയമുള്ള ടീമുകളാണ്. ഇതിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായ ടീമുകൾ ഉണ്ട്, അവരും ഉൾപ്പെടുന്നതാണ്. മറ്റ് സ്ഥലങ്ങളിലും ഇവിടെ ഈ പ്രദേശത്തുള്ള ബോട്ടുകളാണ് പോയിട്ട് മത്സരിക്കുന്നത്. അവർ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ടീമുകളാണ് പല സ്ഥലങ്ങളിൽ നിന്ന്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ വിജയികൾക്ക് 1ാം സ്ഥാനക്കാർക്ക് 1.5 ലക്ഷം രൂപയും, അതുപോലെ തന്നെ 2ാം സ്ഥാനക്കാർക്ക് 1 ലക്ഷം രൂപയും, 3ാം സ്ഥാനം നേടുന്ന ടീമിന് 50,000 രൂപയുമാണ് ക്യാഷ് പ്രൈസായി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ചാമ്പ്യൻസ് ബോട്ട് ലീഗുകളിൽ, ഈ കഴിഞ്ഞ മാസം നടത്തിയ ചാമ്പ്യൻസ് ബോട്ട് ലീഗുകളിൽ 1ാം സ്ഥാനം നേടിയ അഴീക്കോടൻ ടീം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ആ ടീമിന്റെ താരങ്ങളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവർ കോഴിക്കോട് ബേപ്പൂരിലും അതുപോലെ തന്നെ ധർമ്മടത്തും നടന്ന മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ തേസിനിയിലെ പരിശീലനം? നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ കപ്പ് നമ്മനെ അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ മത്സരങ്ങൾ എങ്ങനെയായിരുന്നു ധർമ്മടത്തും അതുപോലെ തന്നെ ചാലിയാറിലും? വലിയ കുഴപ്പമില്ല, നന്നായിട്ട് നടന്നു. ഇവിടെ എത്ര ദിവസമായി പരിശീലനം തുടങ്ങിയിട്ട്? ഏകദേശം 1 മാസത്തോളം പരിശീലനം നടക്കുന്നു. കോച്ച് ഉണ്ടോ? കോച്ചുണ്ട്. അഞ്ച് എന്ന ഒരാളാണ് നമ്മുടെ കോച്ച്, ആലപ്പുഴയിൽ നിന്ന് വന്നവരാണ്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എത്ര മണിക്കൂർ നീളുന്നു പരിശീലനം? വൈകിട്ട് 5 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 മണി വരെ പരിശീലനമുണ്ട്. മൊത്തം എത്ര പേരാണ് ടീമിൽ തുഴയാനായിട്ട് തയ്യാറായിട്ടുള്ളത്? മൊത്തം 25 പേര്. 25 പേര്. ഒരു തോണിയിൽ 25 പേര്. ഒറ്റ ടീമാണോ അഴീക്കോടിന് വേണ്ടി മത്സരിക്കാൻ? അല്ല 2 ടീമുകളുണ്ടോ? അല്ല, അഴീക്കോടിന് ഒറ്റ ടീമേ ഉള്ളൂ. മറ്റു ക്ലബ്ബൊക്കെ A ടീമും B ടീമും ഉണ്ട്. അങ്ങനെ 10-15ഓളം ടീമുകളുണ്ട്. എന്തായാലും ഇവിടെ ഈ കോട്ടപ്പുറം അച്ചാന്തുരുത്തി പുഴയിൽ നടക്കുന്ന ആദ്യത്തെ, ഉത്തര മലബാറിൽ വെച്ച് തന്നെ ആദ്യമായി സംഘടിപ്പിക്കുന്ന ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും വിജയത്തേറിലേറുമെന്ന വലിയ പ്രതീക്ഷയിലാണ് അഴീക്കോടൻ അച്ചാന്തുരുത്തിയുടെ ടീമംഗങ്ങൾ. ധർമ്മടത്തും അതുപോലെ തന്നെ കോഴിക്കോട് ചാലിയാറിലും നടത്തിയ ചാമ്പ്യൻസ് ബോട്ട് ലീഗുകളിൽ വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ മത്സരത്തിൽ വിജയത്തേര അണിഞ്ഞവരാണ്, വിജയത്തിന്റെ അമരത്തിലേറിയ ടീമംഗങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും ആവേശോജ്വലമായ നിമിഷങ്ങൾക്ക്, വള്ളംകളി മത്സരത്തിന്റെ ആവേശോജ്വല നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. കാസർഗോഡ് അച്ചാന്തുരുത്തി പുഴയോരത്തു നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.